നമസ്കാരം. ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്രവും കേരളവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. കേന്ദ്രം പല ആനുകൂല്യങ്ങൾ നൽകാൻ കേരളത്തിന് മടിക്കുന്നുവെന്നാണ് കേരളത്തിന്റെ വാദം. എന്നാൽ കേന്ദ്രം വളരെ കൃത്യമായി തന്നെ ഇതിനെല്ലാം മറുപടി പറയുന്നുമുണ്ട്. കേന്ദ്രം പലപ്പോഴും പറയുന്നത് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് കേരളത്തിന് പണം ലഭ്യമാകാത്തതെന്നാണ്. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര കമ്മീഷന്റെ ഗ്രാന്റുകൾ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച്, അതായത് കേരളത്തിൽ പുതിയ ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം ഇതുവരെ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് പഞ്ചായത്തുകൾക്കുള്ള കോടിക്കണക്കിന് രൂപ ലഭ്യമാകാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച ശേഷം കേന്ദ്ര ധനകാര്യ കമ്മീഷനെ അറിയിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നാണ് കേന്ദ്രം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഇത് സംബന്ധിച്ച കുറിപ്പും ഇപ്പോൾ ഇറക്കിക്കഴിഞ്ഞു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും മാധ്യമങ്ങളിലൂടെയും മറ്റും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേരള സർക്കാരിനെ ഞെരുക്കുന്നു എന്ന് തന്നെയാണ്. 15ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം വിതരണം ചെയ്ത 5337 കോടി രൂപയുടെ ഗ്രാന്റിന്റെ അടുത്ത ഗഡുവാണ് നൽകാനാവാത്ത സ്ഥിതി ഇപ്പോൾ കേന്ദ്രത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ ധനകാര്യ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വീഴ്ച എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 14ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി 2015-16 മുതൽ 2019-2020 വരെ 3774.20 കോടി രൂപയും 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി 2020-21 മുതൽ 2026-27 വരെ 5337 കോടി രൂപയും കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട്. ഈ തുകയാണ് ജൂലൈ 28 വരെ നൽകിയ തുകയുടെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 28 വരെ കുറെ തുക നൽകിയിട്ടുണ്ട്. എന്നാൽ 2004 മാർച്ചിന് ശേഷം കേന്ദ്ര ഗ്രാന്റുകൾ അനുവദിക്കുന്നതിനുള്ള നിർബന്ധിതമായ ആ വ്യവസ്ഥ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലും പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാർ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകേണ്ടതുണ്ട്. അങ്ങനെ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുകയോ ആ അറിയിപ്പ് മന്ത്രാലയത്തിന് നൽകുകയോ ചെയ്യാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തുക 5337 കോടി രൂപ ഗ്രാന്റ് ഇപ്പോൾ കേരളത്തിന് നഷ്ടമാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ഗ്രാന്റ് പഞ്ചായത്തുകൾക്ക് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്ന് മാധ്യമങ്ങളിലൂടെ നിരന്തരം പറഞ്ഞു വരുത്തുകയും മാധ്യമങ്ങളിലൂടെ അത്തരത്തിൽ വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുകൊണ്ടാണ് പണം നൽകാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പോലും ഇറക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് മുൻ ചീഫ് സെക്രട്ടറി SM വിജയൻ ചെയർമാനായി 2009 രൂപീകരിച്ച 6ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി 2021 ഓഗസ്റ്റിൽ അവസാനിച്ചതാണ്. അതിനുശേഷം പുതിയ ധനകാര്യ കമ്മീഷനെ നിയോഗിക്കാൻ 2ാം പിണറായി സർക്കാർ 3 വർഷമായിട്ടും തയ്യാറായിട്ടില്ല. അതായത് 2021 കാലാവധി അവസാനിച്ചിട്ട് 3 വർഷമായിട്ട് പോലും ധനകാര്യ കമ്മീഷനെ നിയമിക്കാതെ വീണ്ടും കേന്ദ്രം ഗ്രാന്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനും തങ്ങളുടെ കെടുകാര്യസ്ഥത മറച്ചു വെക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായതാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നിരവധി തവണ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴും വീണ്ടും ഇതേ തരത്തിലുള്ള കെടുകാര്യസ്ഥത മുമ്പോട്ട് വെച്ചുകൊണ്ട് ആ കെടുകാര്യസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ ഗ്രാന്റുകൾ നേടിയെടുക്കുന്നതിൽ കെടുകാര്യസ്ഥത ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു ആയുധമായി മാത്രം ഇത് ഉപയോഗിക്കുകയാണ്. ഈ ഗ്രാന്റ് നഷ്ടമാകുന്നത് പാവങ്ങൾക്ക് മാത്രമാണ്. സർക്കാരിന് ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയനും കൂട്ടർക്കും കൈയിട്ട് വാരാൻ ഇതിൽ കാര്യമായി ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രാന്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.